ഈ ഈ കഴിഞ്ഞ ഇടയ്ക്കുണ്ടായിരുന്ന ന്യൂസിനെ കുറിച്ചാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ആയിക്കോട്ടെ, പുള്ളിക്കാരി മരിച്ചു. നമ്മൾ ആദ്യമേ എപ്പോഴും മനസ്സുകൊണ്ടാണ് ചിന്തിക്കുന്നത്. മലയാളികൾ പ്രത്യേകിച്ച് ഇമോഷണൽ ബീങ്സ് ആണ് നമ്മൾ. സ്വാഭാവികമായിട്ടും പുള്ളിക്കാരി അമ്പരം നിൽക്കുന്നു, എന്നാ ചെയ്യേണ്ടത്, ഇവിടുത്തെ ബാക്കിയുള്ള ഫ്യൂണറൽ ചടങ്ങുകളുടെ പുറകെ പോകാം എന്നുള്ളതായിരിക്കും പുള്ളിക്കാരി കണക്ക് കൂട്ടുന്നത്. ഞാൻ പറഞ്ഞു, ഒരു രേഖ ആരുടെയും കയ്യിലില്ല, അല്ലെങ്കിൽ ഒരു രേഖ ആരുടെയും കയ്യിൽ അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ കോടതി ചോദിക്കുന്നത്, എടാ അവൻ അത് എടുത്തിട്ടില്ല, 10 വർഷം 1-2 വർഷമോ അല്ലെ 1-2 വർഷം മറന്നുപോയെന്ന് പറഞ്ഞാൽ, അല്ലെ അവന് തിരക്കായി പോയതെന്ന് മെഡിക്കൽ എമർജൻസി ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഐ മൈറ്റ് ബി സെയിങ് സംതിങ് എ ബിറ്റ് ഓവർ ദി മീറ്റർ. പക്ഷേ ഇത് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ്. ഇതുകൊണ്ടാണ് ഒരു ഫോൾഡർ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകൾ അടങ്ങി ഒരു ഫോൾഡർ ഓരോരുത്തർക്ക് സ്പെഷ്യലായിട്ട് കാണണമെന്ന് പറയുന്നത്. അത് പവർ ഓഫ് അറ്റേണി എന്ന സംഭവം എടുത്ത് പറയുന്നത്. വില്ലുണ്ടെങ്കിൽ അത് ഒരു വലിയ ഒരു ഹെൽപ്പാണ്. ഇത്തരം മൃതദേഹങ്ങൾ നാട്ടിലോട്ടയക്കുമ്പോൾ ഒരു വലിയ ഹെൽപ്പാണ് വില്ല്. ഹലോ ഫ്രണ്ട്സ്, ഇച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഞങ്ങളെ ആരെയും ബാധിക്കുന്നതല്ല, ഞങ്ങൾക്കൊന്നും ഒരിക്കലും ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തോന്നുമെങ്കിലും ബേസിക്കലി ഈ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞ് ഞങ്ങൾ യു കെയിൽ കുറേ വർഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഷോക്കായിപ്പോയി, ഇൻസിഡൻ്റ് ആയിപ്പോയി. നമ്മളൊരാൾ ഇവിടെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നത് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. ഇപ്പോൾ ഇത്രയും ഇൻഷുറൻസ് പ്ലാനുകളും ഇത്രയും ഒത്തിരിയേറെ സർവീസുകളും അവൈലബിൾ ആയിട്ടൊരു കാലത്ത്, പ്രത്യേകിച്ച് മലയാളികൾ കഴിഞ്ഞൊരു 10 വർഷത്തെക്കാളും ഇത്രയും ഇടക്കൂടി നിൽക്കുന്നൊരു സമയത്ത് ഇത് വലിയ പ്രോബ്ലം ഒന്നുമല്ല നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്കുണ്ടായിരുന്ന ന്യൂസിനെ കുറിച്ചാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. യു കെയിൽ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരാൾ, പുള്ളിക്കാരൻ ഒരു സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു, മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ആയിക്കോട്ടെ, പുള്ളിക്കാരൻ മരിച്ച ശേഷം പുള്ളിക്കാരൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് ഏത് രാജ്യത്തും ബാധകമായിട്ടുള്ള കാര്യമാണ്, ഇവിടുത്തെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഉണ്ടായ ഇൻസിഡന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ ഒരാളുടെ മൃതദേഹം, കാരണം ഇയാളുടെ ബന്ധുക്കാരുടെ നാട്ടിലാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ പുള്ളിയുടെ ശവശരീരം നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് അയാളുടെ വിദേശ പൗരനാണ്, അയാളുടെ മൃതദേഹം നാട്ടിൽ കൊണ്ടെത്തിക്കാനോ ഇവിടെ അടക്കാനോ ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് ഒരു കോടതി വിധി ഉണ്ടായെന്ന് വെച്ചു. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതെന്താ അങ്ങനെ എന്ന് നിങ്ങൾക്ക് തോന്നും. കാരണം നമ്മൾ ആദ്യമേ എപ്പോഴും മനസ്സുകൊണ്ടാണ് ചിന്തിക്കുന്നത്. മലയാളികൾ പ്രത്യേകിച്ച് ഇമോഷണൽ ബീങ്സ് ആണ് നമ്മൾ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാളുടെ മുമ്പ് ആദ്യമേ എന്നാലും ആ അമ്മയ്ക്കൊരു അവസാനം നോക്കി കാണാൻ വേണ്ടി പോലും ആ മോൻ്റെ മൃതദേഹം, ഈ മോഡലാണ് ആൾക്കാരുടെ ചർച്ച ആദ്യമേ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ടോപ്പിക്കിൽ എടുക്കുമ്പം ഈ ഒരു കേസ്, എനിക്ക് ആ ആളുടെ കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ എവിടെയും തൊടാതെ പുള്ളിയുടെ പേര് പറയാതെ ഞാൻ വിട്ടു പോകുന്നത്. ഇത് കേംബ്രിഡ്ജ്ഷെയറിലാണ് ഉണ്ടായ സംഭവം. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആൾ മരിച്ചത്. പുള്ളിക്കാരൻ ഇവിടെ ടാക്സി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പുള്ളി എനിക്ക് തോന്നുന്നൊരു ഏതാണ്ട് 10 വർഷം മുമ്പ് തന്നെ പുള്ളി ഈ ബ്രിട്ടീഷ് പൗരത്വം എടുത്തതാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ജിസ്റ്റ് കിടക്കുന്ന അവിടാണ്. പുള്ളിക്കാരൻ 10 വർഷം മുമ്പ് ബ്രിട്ടീഷ് പൗരത്വം എടുത്തു. ഇതിനു മുമ്പ് പുള്ളി നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചതാണ്. അപ്പം പുള്ളിക്കാരൻ്റെ വൈഫ് പിരിഞ്ഞു പോയതാകാം, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതാകാം, എന്തും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇടപെടുത്തില്ല. എന്നാണ് രണ്ടാമത്തെ വിവാഹം കഴിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്നത് ഒരു വിദേശ പൗരയാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ കൊടുത്ത് ഇവിടെ പുള്ളിക്കാരൻ ജീവിക്കുന്നു. അധികവും നാട്ടിലേക്ക് പോകാറില്ലാത്ത ഒരാൾ എന്നും കൂടെ കണക്ക് കൂട്ടിക്കും. പറയുമ്പോൾ എല്ലാം പറയണല്ലോ, അധികം നാട്ടിലേക്ക് പോകാറില്ലാത്ത ഒരാൾ. ഇനി ഒരു ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ച മനുഷ്യൻ്റെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി, ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി ഇന്ത്യയുടെ OCI കാർഡ് വേണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് വെറും ഇത്ര നേരത്തിനുള്ളിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് വരെ ഇന്ത്യൻ വിസ അടിക്കുന്ന കാലമാണിപ്പോൾ. അപ്പം 50 പൗണ്ടിൻ്റെ ആയിട്ട് ചിലവേ ഉള്ളൂ. 50 പൗണ്ട് ചിലവേ നമുക്ക് നാട്ടിൽ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഒരു വിദേശ പൗരൻ വിസ എടുത്ത് വിസിറ്റിങ്ങിന് പോകുന്ന പോലെ ഇന്ത്യയിലേക്ക് വിസിറ്റിങ്ങിന് പോകുന്നു. അങ്ങനെയും ചെയ്യാമെന്ന് ഞാൻ പറയുക. ഈ OCI കാർഡിൻ്റെ കുറേ ആൾക്കാർ നടക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവർസീസ് സിറ്റിസൺഷിപ്പ് കാർഡ് എന്ന് പറഞ്ഞ സാധനത്തെക്കുറിച്ച് ശരി പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ പണ്ടാരത്തിൻ്റെ കുഴപ്പം, നമ്മൾ ഇത് അപേക്ഷിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. കാരണം നമ്മൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തല്ലോ. ശേഷം ഇതിൻ്റെ OCI കാർഡിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ട് ഇവിടുത്തെ എംബസിക്കകത്ത് കൊടുക്കണം. എംബസി ഇരിക്കുന്ന തമ്പുരാക്കന്മാരുടെ പെരുമാറ്റം ഇടപെടലും കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു അവനെന്തോ വലിയ 2 ഏക്കർ തോട്ടം നമുക്ക് എഴുതി തന്നു, നമ്മൾ അതിൻ്റെ കൂടുതൽ 1/2 ഏക്കറോടെ തരാമെന്ന് ചോദിച്ചു. അതുകൊണ്ട് അവൻ നമ്മളെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയും തല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന തോന്നുന്നൊരു പെരുമാറ്റമാണ്. 10 വർഷം മുമ്പ് ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും OCI കാർഡ് എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇത്രയും വർഷം 10 വർഷം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ആ ഒരു ഏജ് ടൈമിലുള്ള ആൾ തന്നെ ആയിരിക്കണം ഈ പുള്ളി. അപ്പോൾ ഇദ്ദേഹത്തിന് പല കൂട്ടുകാർ കാണും, പല ഏജൻസ് കാണും. ഇതൊക്കെ ചെയ്തു തരാൻ വേണ്ടി ഏജൻറ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ മേ ബി ഇൻ ദ അതർ വേ, അതായത് പുള്ളിക്ക് ഇതൊന്നും ചെയ്യാൻ വയ്യ, മടുപ്പ് എന്നുള്ള സീനോ ഒരു കാരണമാകാം. അല്ലെങ്കിൽ വിദേശ പൗരയായ ഭാര്യയുടെ കൂടെ ഇവിടെ താമസിക്കുന്നു, ഐ ഡോണ്ട് കെയർ, എനിക്ക് നാട്ടിലോട്ട് പോയി ഇനി ആണെങ്കിൽ നാട് കാണുകയും വേണ്ട എന്നുമുള്ളതാകാം. പല കാരണങ്ങളാകാം, നമുക്ക് മനുഷ്യൻ്റെ കാര്യം അറിയത്തില്ല. എനിവേ, എന്ത് കാരണം കൊണ്ടാണെങ്കിലും പുള്ളി തീരുമാനിക്കുന്നു OCI കാർഡ് എടുക്കണ്ട എന്നങ്ങ് തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ എടുത്തിട്ടില്ല. ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു രേഖ ആരുടെയും കയ്യിലില്ല. ഞാൻ പറഞ്ഞ ഏകദേശം മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇതാണ് സിറ്റുവേഷൻ. ഇങ്ങനൊരു സമയത്ത് ഈ പുള്ളി മരിക്കുന്നു. രണ്ടാമത്തെ ഭാര്യയ്ക്ക് ഒരു ഐഡിയയും ഇല്ല, പുള്ളിക്ക് നാട്ടിൽ അടക്കണോ ഇവിടെ അടക്കണോ, ഒരു കാര്യത്തെക്കുറിച്ചും പുള്ളിക്കാരിക്ക് അറിയത്തില്ല. കാരണം പുള്ളി വേറെ രാജ്യത്ത് ജനിച്ചു വളർന്ന അവിടുത്തെ പൗരയാണ്.
സ്വാഭാവികമായിട്ടും പുള്ളിക്കാരി അമ്പരം നിൽക്കുന്നു, എന്നാ ചെയ്യേണ്ടത്, ഇവിടുത്തെ ബാക്കിയുള്ള ഫ്യൂണറൽ ചടങ്ങുകളുടെ പുറകെ പോകാം എന്നുള്ളതായിരിക്കും പുള്ളിക്കാരി കണക്ക് കൂട്ടിയത്. അപ്പോൾ ഉടനെ നാട്ടിൽ നിന്ന് അമ്മയായി മറ്റുള്ളവരായി കോൺടാക്ട് ചെയ്യുന്നു, കസിൻസ് കോൺടാക്ട് ചെയ്യുന്നു. അവർക്ക് പുള്ളിക്കാരനെ പൗരാണികമായിട്ട് അവരുടെ പിതൃക്കൾ അടക്കിയ കല്ലറയിൽ തന്നെ നാട്ടിൽ കൊണ്ട് അടക്കണമെന്നൊരാഗ്രഹം. അതുപോലെ അമ്മയ്ക്ക് ഇനി ഇങ്ങോട്ട് വരാനുള്ള ഭാഗമില്ല, പ്രായമായ സ്ത്രീയാണ്. അപ്പോൾ പുള്ളിയെ അവസാനമായിട്ടത് കാണണം, ന്യായമായ ആവശ്യമാണ്, ആരും മനുഷ്യത്വം വെച്ച് വേണ്ടെന്ന് പറയില്ല. ഒരു പക്ഷേ ഇതിനു വേണ്ടിയാകാം ഇവർ ഈ കോടതി വഴി ശ്രമിച്ചത്. അതായത് നേരെ ചോദിച്ചിട്ട് അത് നടക്കുന്നില്ല. വൈഫിൻ്റെ ഇപ്പോഴത്തെ വൈഫിൻ്റെ ആദ്യത്തെ കുറച്ച് എതിർപ്പ് കഴിഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഞാൻ ലെറ്റർ എഴുതി തരാം, എനിക്ക് എതിർപ്പൊന്നുമില്ല, പുള്ളിയുടെ ആഗ്രഹം ഇതായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ലെറ്റർ എഴുതി തരാം. അതിന് പുള്ളിക്കാർ ലെറ്റർ എഴുതി കൊടുത്തു. പുള്ളിക്കാരുടെ ബോഡി നാട്ടിൽ കിടക്കുന്നത് എനിക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞു. ഇത് എംബസി സമ്മതിക്കുന്നില്ല. എംബസി ചോദിക്കുന്നത് ഇയാൾ ഞങ്ങളുടെ പൗരനല്ലല്ലോ, ഞങ്ങളുടെ പൗരത്വം ഉപേക്ഷിച്ച് പുള്ളി ബ്രിട്ടീഷ് പൗരനായല്ലോ 10 വർഷം മുമ്പ്. ഒന്ന് അതിനുശേഷം നാട്ടിലേക്ക് പോകാനായിട്ട് ഒരു OCA കാർഡെങ്കിലും എടുക്കണ്ടേ പുള്ളി, അതുപോലും പുള്ളി എടുത്തിട്ടില്ല. അല്ലെ അങ്ങനെ രേഖയില്ല. ഇയാളുടെ ബാക്കി എന്തെങ്കിലും തെളിവ് കൊണ്ടുപോകാം. ഇയാൾ വേറെ എന്തെങ്കിലും സംഭവത്തിൽ പോയതായിട്ടോ നാട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ സഹകരിച്ചായിട്ടോ വേറെ എന്തെങ്കിലും സാധനങ്ങൾക്ക് ഇൻവോൾവ് ആയിട്ടുള്ള രേഖ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു രേഖ ആരുടെയും കയ്യിലില്ല. അല്ലെങ്കിൽ ഒരു രേഖ ആരുടെയും കയ്യിൽ അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷനിലായിപ്പോയി. പുള്ളിയുടെ എല്ലാ രേഖകളും പുള്ളിയുടെ രീതിക്കാണ് ഇരിക്കുന്നത്. ആർക്കും അതിനെക്കുറിച്ച് പുള്ളിയുടെ കൂടെ ഇപ്പോൾ താമസിക്കുന്ന ആൾക്കോ ജീവിക്കുന്ന ആൾക്കോ ഒന്നും അതിനെക്കുറിച്ച് ഒരു പിടിയില്ല. ഇതാണ് സിറ്റുവേഷൻ. സ്വാഭാവികമായിട്ടും ഒരു കസിൻ ഒരു ബ്രദർ കൊണ്ട് നാട്ടിൽ കോടതി കേസ് കൊടുത്തു. ഹൈക്കോടതിക്കകത്ത് കേസ് നടന്നു. ഇന്ത്യൻ എംബസി അവരുടെ അഭിഭാഷകനെ ഏർപ്പെടുത്തി. അവർ ശക്തിയുക്തം വാദിച്ചു. ഇയാളെ എങ്ങനെ ഇന്ത്യൻ പൗരനായിട്ട് കണക്കാക്കും? കോടതി നിങ്ങൾ കാണിക്കുന്നത് എന്നാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന അമ്മയോ പെങ്ങളോ ഒന്നും അല്ല ഇത് തന്നിരിക്കുന്നത്, പരാതി തന്നിരിക്കുന്നത്. ഒരു കസിൻ വന്നിട്ട് പറയുവാണ് വിദേശത്ത് കിടക്കുന്ന ഒരു പൗരൻ, അയാൾ ബ്രിട്ടീഷ് പൗരനാണ്. അയാൾ ബ്രിട്ടീഷ് പൗരനെ ഇന്ത്യയെ കൊണ്ട് അടക്കണം, അതെൻ്റെ അമ്മയുടെ അല്ല എൻ്റെ ആൻറ്റിയുടെ ആഗ്രഹമാണെന്ന് പറയുമ്പം കോടതി അങ്ങ് സമ്മതിക്കണം. ഇതെന്തോ റൂളായത്? കോടതി ആലോചിച്ച് ശരിയാണല്ലോ, ന്യായമായ കാര്യമല്ലേ? അവനെ അങ്ങനെ ഇവിടെ കൊണ്ട് അടക്കുന്നത്? അവൻ ബ്രിട്ടീഷ് പൗരനല്ലേ, അവൻ ഇന്ത്യൻ പൗരനല്ലല്ലോ. അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചാൽ മാത്രമേ, ഇന്ത്യക്ക് അങ്ങനെ റൂളുണ്ട്, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പൗരത്വം ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ബ്രിട്ടീഷ് പൗരത്വം എടുക്കാൻ പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ടും ആ നാടുമായിട്ടുള്ള എല്ലാ ബന്ധവും നമ്മൾ ഉപേക്ഷിക്കുക. ഇനി എന്തൊക്കെ ഉപേക്ഷിച്ചാലും മണ്ണുമായിട്ടുള്ള അല്ലെ ആ നാടുമായിട്ടുള്ള ബന്ധം കൈവിടാതിരിക്കാൻ വേണ്ടിയുള്ള അവസാന നൂൽക്കണ്ണിയാണ് ഈ തരുന്ന OCA കാർഡ്, ഓവർസീസ് സിറ്റിസൺഷിപ്പ് കാർഡ്. അതെനിക്ക് ഇന്ത്യൻ റൂട്ട് ഉണ്ടെന്ന് കാണിച്ചാൽ മാത്രം തരുന്ന ഒരു ഫേവറാണ്, അവകാശമൊന്നും ഫേവറാണ്. കോടതി ചോദിക്കുന്നത് എടാ അവൻ അത് എടുത്തിട്ടില്ല, 10 വർഷം 1-2 വർഷമോ അല്ലെ 1-2 വർഷം മറന്നുപോയെന്ന് പറഞ്ഞാൽ അല്ലെ അവന് തിരക്കായി പോയതെങ്കിൽ മെഡിക്കൽ എമർജൻസി ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇത് ടാക്സി ഓടിച്ച് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ, വളരെ ഏബിൾ ആയിട്ടുള്ള യങ് ആയിട്ടൊരു മനുഷ്യൻ, ഈ ആളെ എന്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ കാർഡ് എടുത്തിട്ടില്ല? അയാൾക്കത് എടുക്കണ്ടായിരിക്കും അല്ലേ? അല്ലാതെ ഇങ്ങനൊരു സംഭവം ചെയ്യോ? ഇയാൾ എത്ര വർഷം നാട്ടിൽ വന്നിട്ടുണ്ട്, ഇതിലൊന്നും ആർക്ക് രേഖയോ കാര്യങ്ങളോ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ വൈഫിൻ്റെ ലെറ്റർ കൊണ്ട് കൊടുത്ത് കോടതി ചോദിക്കുന്നത് അതെന്തോ കഥയത്? ഇപ്പോഴത്തെ വൈഫ് മരണം കഴിഞ്ഞ ശേഷം ഒരു ലെറ്റർ എഴുതി തന്നിരിക്കുക, ഏത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ? അതിൻ്റെ പരിപാടി അത്. ഇതിന് മുമ്പത്തെ ഒരു വിഷയമാണ് മനസ്സിലാക്കാം, അവനോട് കൂടി സൈൻ ചെയ്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാം. ഇതല്ല, ഇപ്പോഴത്തെ വൈഫ് എഴുതി കൊടുക്കാൻ ഈ പുള്ളിക്കാരിക്ക് എന്നെ എഴുതി കൊടുക്കാനുള്ള റൈറ്റ് എന്നുള്ള സിറ്റുവേഷനിൽ കോടതി പോയി. ഇന്ത്യൻ എംബസി എന്ത് ആർഗ്യൂ ചെയ്തോ, കോൺസുലേറ്റ് ആർഗ്യൂ ചെയ്തോ, അത് കോടതി അംഗീകരിച്ചു. കോടതി പറഞ്ഞു ഒരു വിദേശ പൗരൻ്റെ മൃതദേഹം ഇവിടെ കൊണ്ടടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ ദിവസം എന്നായിരുന്നു ഈ മിനിഞ്ഞാന്നെങ്ങാണ്ടായിരുന്നു, ചൊവ്വാഴ്ച ബർമിംഗ്ഹാമിലെ ക്രിമിറ്റോറിയത്തിലെ ഒരു സിറോ മലബാർ കത്തോലിക്ക സഭയുടെ വൈദികൻ തന്നെയാണ് പുള്ളിക്കാരൻ. വിശ്വാസിയായിരുന്നു, അതായിരുന്നു വിശ്വാസം. എന്ത് ചെയ്യാൻ പറ്റും? സിറോ മലബാർ ആണെന്ന് അല്ലെ ഏത് സഭയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ച് നാട്ടിൽ പോയി കല്ലറ അടങ്ങാൻ പറ്റുന്നൊരവസ്ഥയിലല്ലായിരുന്നു. അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി ഈ പേപ്പർ വർക്കുകൾ. അതുകൊണ്ട് പുള്ളിയെ ഇവിടെ ക്രിമിറ്റോറിയത്തിൽ അടക്കി എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തോന്നും ഇതെങ്ങനെയാണ് ഞങ്ങളെ ബാധിക്കും തോന്നും. നിങ്ങളെ ഓരോരുത്തരെയും ബാധിക്കുന്ന കാര്യമാണെന്നുള്ളത് കൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. ഇവിടെ ബ്രിട്ടീഷ് പൗരത്വം എടുത്തിരിക്കുന്ന ഓരോരുത്തർക്കും ഇത് ബാധകമായിട്ടുള്ള വസ്തുവാണ്. ഇനി ഇതല്ലാതെ ബ്രിട്ടീഷ് പൗരത്വം എടുക്കേണ്ട, PR എടുത്തിട്ട് ഇനി നിങ്ങളിവിടെ സെറ്റിൽ ആകാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ, എങ്കിലും നിങ്ങൾക്കിത് ബാധകമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഈ രാജ്യത്തെ നിങ്ങളുടെ കാര്യങ്ങളോ നിങ്ങളുടെ ഇഷ്ടങ്ങളോ പറഞ്ഞുതരാൻ വേണ്ടി അധികം ആൾക്കാരില്ല. ഇപ്പം നിങ്ങളും വൈഫും കൊച്ചുങ്ങളും കൂടി യാത്ര ചെയ്തൊരു വണ്ടി അപകടത്തിൽപ്പെടുന്നു. എന്താണ് നിങ്ങളുടെ വില്ലെന്നോ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ, നിങ്ങളൊരു അപകടത്തിൽപ്പെട്ടിട്ട് അതിനകത്ത് ഒരാൾ കോമയിൽ പോവുകയും മറ്റേയാൾ മരണപ്പെടുകയും ചെയ്തു എന്ന് വെച്ചോ, ഈ കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. അച്ഛൻ്റെ ആഗ്രഹം നാട്ടിൽ കല്ലറയിൽ പുല്ലറങ്ങാട്ട് എന്നുള്ള കല്ലറയിൽ അടങ്ങണമെന്നായിരുന്നു, അല്ലെ ഇടവകയിൽ പോകണമെന്നായിരുന്നു. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പിള്ളേർക്ക് അവരുടെ നാട് തന്നെ കേരള എന്നുള്ളതിനപ്പുറം ഒരു തേങ്ങ അവർക്ക് അറിയത്തില്ല. അതാണ് നമ്മുടെ ഇവിടെ വളരുന്ന പിള്ളേരുടെ ഗതികേട്. ആ പിള്ളേരുടെ അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടം പറഞ്ഞു കൊടുക്കുമോ? ഇല്ല. ഇനി നിങ്ങൾക്കൊരു വില്ലില്ല എന്ന് വെച്ചു, അതായത് ഒരു വിൽപത്രം എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ സ്വത്ത് പോലും അന്യാധീനപ്പെട്ട് പോകുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ മുകളിലിടാം. എന്തുകൊണ്ട് ഇവിടെയുള്ള എക്സ്പാറ്റ്സ്, അതായത് വിദേശികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ പൗരത്വം എടുക്കാതിരിക്കുമോ? പക്ഷെ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടിയോ ഒരു അസറ്റോ ഇവിടെ ഉണ്ടെങ്കിൽ, ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ, എന്തുകൊണ്ട് നിങ്ങൾ വിൽപത്രം എന്തുകൊണ്ട് എഴുതണം എന്നൊരു വീഡിയോ ഉണ്ട്. അത് മസ്റ്റായിട്ട് കാണുക. കാരണം അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും.
ഇനി എന്തുകൊണ്ട് ഒരു വിദേശ പൗരന്റെ സീനിനകത്ത്, അതായത് 2016 ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിച്ച് ബ്രിട്ടീഷ് പൗരത്വം നേടിയ ഒരാൾ പിന്നീട് വിദേശ വനിതയെ വിവാഹം കഴിച്ച ഒരാൾ OC കാർഡ് എടുക്കാതിരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ചർച്ച. അത് അയാളുടെ ചോയ്സാണ്. നമുക്കതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല. ഇയാളുടെ ഇതിൽ എന്തൊക്കെ രേഖകൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ രേഖകളുണ്ട്, ഇനി എന്തൊക്കെ രേഖകൾ പണ്ടുണ്ടായിരുന്നു എന്ന സംഭവത്തിൽ ഒരു ഗ്രൗണ്ട് വേണമല്ലോ. ഈ കൂടെ താമസിക്കുന്ന ആളാണ് അതിന് ഉത്തരം കൊടുക്കേണ്ടത്. കൂടെ താമസിക്കുന്ന ആൾ പറയാം ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്തരം കഴിഞ്ഞ്. ഷീ ഈസ് ദ നെക്സ്റ്റ് ഓഫ് കിൻ അല്ലെങ്കിൽ ഹീ ഈസ് ദ നെക്സ്റ്റ് ഓഫ് കിൻ. ആ ആൾക്ക് ഐ ഡോണ്ട് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് വന്ന് നിങ്ങളുടെ അലമാരി കുത്തി തുറന്നിട്ട് നിങ്ങളുടെ ഫയലുകൾ മുഴുവൻ ചുരണ്ടി എടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടം എന്നതായിരുന്നു ഗവൺമെന്റ് തപ്പിയെടുക്കില്ല. ഞാൻ വിൽപ്പത്രത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. വിൽപ്പത്രം എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്, ഒരു ഡോക്യുമെൻ്റാണ്. അത് ആക്റ്റീവ് ആകാൻ പാടുന്നില്ല. വിൽപ്പത്രം ഉണ്ടോ ഇല്ലെന്ന് മാത്രം ഗവൺമെന്റ് അറിഞ്ഞാൽ മതി. മറ്റുള്ളത് അങ്ങനെയല്ല. മറ്റേ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇയാളുടെ ഒരു പേപ്പറും ഒരിടത്തും ഇല്ല. ഇയാളുടെ വിഷസ് എന്തുവാന്നൊരു പിടിയില്ല. ഇയാളുടെ ഗ്രൗണ്ട് എന്തുവാന്ന് അറിയത്തില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അവരുടെ റൂളുകൾ വ്യക്തമാക്കുന്നത് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധാരണയായിട്ട് NOC ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം കൗൺസിലേറ്റിൽ നിന്ന്, മരണ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ എംബാമിങ് ആൻഡ് ക്വാറന്റൈൻ രേഖകൾ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ വേണം, പാസ്പോർട്ട് അത് മസ്റ്റായിട്ട് വേണം. അത് അയാൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആയിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് യുക്തി. പിന്നെ ഈ കുടുംബത്തിന്റെ അതായത് ഇവിടുത്തെ കുടുംബത്തിന്റെയും ഇമ്മീഡിയറ്റ് ഫാമിലി നെക്സ്റ്റ് ഓഫ് കിൻ അവരാണ്. നാട്ടിലെ കുടുംബങ്ങളുടെയും കത്ത് വേണം. ഞങ്ങൾ റിസീവ് ചെയ്യാൻ തയ്യാറാണെന്നും ഞങ്ങൾ ഇവിടുന്ന് അയക്കാൻ തയ്യാറാണെന്നുള്ള കത്ത് വേണം. ഇത്രയാണ് ബേസിക്. ഞാനിതൊരു ചെക്ക് ലിസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം ഞാനൊരു ചെക്ക് ലിസ്റ്റ് പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം ഒരു സാധനം നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു വസ്തുവാണ്. ഞങ്ങൾ പണ്ട് കെയർ ഹോമുകൾക്കകത്ത് വർക്ക് ചെയ്യുന്ന കാലത്ത് പറയും, നിങ്ങൾക്ക് നാളെ ഒരിക്കൽ ഡിമെൻഷ്യ ഉണ്ടായാൽ യു ഓൾ ഷുഡ് പ്രിപ്പയർ എ ഡിമെൻഷ്യ ഡയറി. ഇന്ന് നിങ്ങൾക്ക് ബോധമുള്ള കാലം, കഴിവുള്ള കാലം, നിങ്ങൾക്ക് എഴുതാനും ചിന്തിക്കാനും എഴുതി വെക്കാനും എഴുതി പിടിപ്പിക്കാനും കഴിവുള്ള കാലം, ഇന്ന് നിങ്ങൾ എഴുതി തുടങ്ങി. ഒരു നോട്ട് ബുക്ക് എടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ടായിയുടെ റാപ്പർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രുചിയുള്ള പദാർത്ഥത്തിൻ്റെ ഇഷ്ടം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച് ഇഷ്ടപ്പെട്ട സംഭവം, ഇങ്ങനെ ഓരോന്നും നിങ്ങൾ ആഡ് ചെയ്ത് സൂക്ഷിക്കുക. ആദ്യം നോക്കുമ്പോൾ ഇതിനകത്ത് എന്തോന്ന് തോന്നുമെങ്കിലും ഒരു 2 ആഴ്ച കൊണ്ട് ഈ ഡയറി ഫുള്ളാകുമെന്ന് അവർ പറഞ്ഞായിരുന്നു. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരാൾ മരിക്കുന്ന സിറ്റുവേഷൻ വരുവാണെന്ന് വെച്ചു, നിങ്ങളുടെ കൂടെയുള്ള ആൾ ഇപ്പം നിങ്ങളുടെ വൈഫിൻ്റെ കൂടെ ജീവിക്കുന്നു, നിങ്ങൾക്ക് അടുത്തൊരു 20 വർഷം കഴിഞ്ഞു ഈ ആളുടെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ കാര്യമാണ്. ഈ ആൾ ജീവനോടെ ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ UK-യുടെ ഒരു അവസ്ഥ വെച്ച് എല്ലാ ദിവസവും മലയാളികൾ ഈയാമ്പാറ്റ പൊഴിയുന്നവരാണ് മരിക്കുന്നത്. ഒരു കണക്കുമില്ല. ആരെങ്ങനെ എപ്പോൾ പോകുന്ന ഇതും പറയാൻ പറ്റില്ല. മരിക്കുന്ന ആൾക്കാർ അവർ ഒരു തരത്തിലുള്ള സാധനം ബുക്ക് ചെയ്തിട്ടില്ല. ഒരു ഫ്യൂണറൽ പ്ലാൻ ഇല്ല, പ്രീപെയ്ഡ് ഫ്യൂണറൽ പ്ലാനുകളില്ല, ഫ്യൂണറൽ ഇൻഷുറൻസുകളില്ല. ഇതൊന്നും അവരെടുത്തിട്ടില്ല. വരുന്നു, ഇവിടെ ജോലി ചെയ്യുന്നു, ഉള്ള കാശ് മൊത്തം ബില്ലടയ്ക്കുന്നു. ഒരു ദിവസം രാവിലെ മരിച്ചു തന്നെ ഇത് കാണപ്പെട്ടു. ശേഷം ഈ ബോഡി നാട്ടിൽ കൊണ്ടുപോകാൻ 5 പൈസ ആരുടെയും കയ്യിലില്ല. അവൻ്റെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് അവിടെ താമസിച്ച ലോക്കൽ മലയാളികൾ അവിടെ കൂടി ഓടിക്കൂടും. അതുവരെ ഇവൻ അവരെ കണ്ടാൽ മിണ്ടുന്ന ആളെ ആയിരിക്കില്ല. പക്ഷേ മനുഷ്യത്വത്തിൻ്റെ പേര് മലയാളികൾ ഓടിക്കൂടി ഒരു ഫണ്ടിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും, ഒരു ക്രൗഡ് ഫണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും. ആൾക്കാരെല്ലാം കഴിയുന്നവരെ സഹായിക്കും. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപ വെച്ചൊരു ഫണ്ടിങ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 25,000 30,000 ഒക്കെ ആകാൻ ഒരു പാടുമില്ലായിരുന്നു. ആ സംഭവത്തിൻ്റെ സീരിയസ്നെസ് ഒരു സ്റ്റുഡൻറ്റ് പാവം ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് എന്ന് വെച്ചൊക്കെ അതുപോലെ പൈസ ഉണ്ടായിരുന്നൊരു സമയമുണ്ട്. ഇപ്പം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി, ബ്രിട്ടീഷ് മലയാളി പുറത്ത് എത്രയോ കമ്പനികൾ അല്ലെങ്കിൽ എത്രയോ പത്രമാധ്യമങ്ങൾ ഈ പരിപാടി നടത്തി നോക്കുന്നു. ഈ ഇങ്ങനത്തെ സ്വകാര്യ സംരംഭങ്ങൾക്കകത്ത് ഫണ്ടുകൾ നടത്തി നോക്കുന്നു. എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? 20,000 മുകളിൽ സാധനം. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അങ്ങനെ ഒരു നല്ല റേഞ്ചിലോട്ട് കയറി പോകുന്നത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു പറയാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഓരോരുത്തരും വേറൊരു നാട്ടിൽ വന്ന് നമ്മുടെ ബന്ധുക്കളോ നാട്ടുകാരോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലാതെ ജീവിക്കുന്ന ഒറ്റാന്തൂത്തായിട്ട് ജീവിക്കുന്ന ഇങ്ങനൊരു നാട്ടിൽ ജീവിക്കുമ്പം ഞാൻ ഈ താഴെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ കവറുകൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണം. എന്തൊക്കെയാണ്? ആദ്യമേ ഈ ഫ്യൂണറൽ പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ ദയവ് ചെയ്ത് എന്നെ ഓക്വേർഡായിട്ട് നോക്കുമോ, നിങ്ങൾ ചിന്തിക്കുകയോ ചെയ്ത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന്. ഇച്ചിരി ഓവറല്ലേ പറയുന്നത്. യെസ്, ഐ മൈറ്റ് ബി സെയിങ് സംതിങ് എ ബിറ്റ് ഓവർ ദി മീറ്റർ. പക്ഷേ ഇത് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ്. ഒരു ഫ്യൂണറൽ ഇൻഷുറൻസ് പ്ലാൻ, ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ഇത് എടുത്തെടുത്ത് പറയുന്നത് ഫ്യൂണറൽ ഇൻഷുറൻസ് പ്ലാൻ, ഒരു പ്രീപെയ്ഡ് ഫ്യൂണറൽ പ്ലാൻ, അല്ലെങ്കിൽ ഒരു റീപാട്രിയേഷൻ കവർ, ഒരു ട്രാവൽ ഇൻഷുറൻസ് കവർ, ലൈഫ് ഇൻഷുറൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയല്ലേ. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന് പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഏതാണ്ട് ഒരേ സാധനങ്ങൾ തന്നെയെന്ന് അല്ലെന്ന് നിങ്ങൾക്ക് തോന്നും. എന്തുകൊണ്ടാണ് ഇത് ഓരോന്ന് എടുത്ത് പറയുന്നത് വീണ്ടും എടുത്ത് പറയാം? കാരണം അതിന് പറയാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരുടെ കുറച്ച് അനുഭവങ്ങളോട് പറയണം. കാരണം ഇപ്പം ആൾക്കാരുടെ രീതി എന്ന് പറഞ്ഞാൽ മിക്കവാറും പേര് ഞങ്ങളുടെയൊക്കെ ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരും ഞങ്ങൾക്ക് സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ വളരെ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുന്നു. മക്കളൊക്കെ യൂണിവേഴ്സിറ്റിയോടൊക്കെ പോയി. ഇത് ഞാൻ പറയുന്നത് ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഉള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞത്. ഇനി ഇതില്ലാത്ത ആൾക്കാർ നിങ്ങൾക്കൊരു കഴിഞ്ഞൊരു 3 വർഷത്തിനിടയ്ക്ക് വന്ന ആൾക്കാർ, നിങ്ങളുടെ 5 വർഷത്തിനിടയ്ക്ക് വന്ന ആൾക്കാർ നോക്കിയാൽ മതി. ഇവിടെ പണ്ടത്തെ ആൾക്കാരുടെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ UK-ക്കകത്തെ സ്ഥലങ്ങൾക്കകത്ത് ഓടി നടക്കുമായിരുന്നു. കോൺബോള്, ലേക്ക് ഡിസ്ട്രിക്റ്റ്, പീക്ക് ഡിസ്ട്രിക്റ്റ്, സോണോഡിയ, സ്കോട്ട്ലൻഡ്, വെയിൽസ്, ഇങ്ങനെ ഓടി നടക്കായിരുന്നു ഞങ്ങളുടെയൊക്കെ അടുത്ത രീതി. ഇപ്പം ആർക്കും ആ രീതിയില്ല.
ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ ആർത്തി പിടിച്ചടക്കും. ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ കോളത്തിനകത്ത് സ്ലൊവേനിയ, റൊമേനിയ, ബൾഗേറിയ, ജർമ്മനി, മറ്റേത് ഈ കൊടികളുടെ ഫ്ലാഗിൻ്റെ എണ്ണം കാണിക്കാൻ വേണ്ടി പിള്ളേർ കിടന്ന് പാടുപെടുവാണ്. എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ ഒരു ബാക്ക് പാക്കിൻ്റെ ഒരുത്തർ ഏതെങ്കിലും എടുത്ത് പറയാം 300 രൂപ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു 300 രൂപ ഉണ്ടാക്കി അവൻ്റെ കൂട്ടത്തിൽ പോയി 2 ദിവസം അവിടെ നിന്ന് കഴിഞ്ഞ് തിരിച്ചു വരും. 2 ദിവസം ആ രാജ്യം കണ്ടു. പക്ഷേ 2 ദിവസം കൊണ്ട് ആ ഫ്ലാഗ് അവിടെ കയറ്റി കഴിയും. ആൾക്കാർക്കൊരു ക്രേസായി തുടങ്ങി. യൂറോപ്പ് മുഴുവൻ ഞാൻ സഞ്ചരിച്ച് കവർ ചെയ്യുന്നതുകൊണ്ട് കാണിക്കുന്ന ക്രേസായി തുടങ്ങി. നിങ്ങളും കൂടെ കേൾക്കാൻ വേണ്ടിയാണ് ഇത്രയും കവറുകളുടെ കാര്യം പറഞ്ഞത്. ഈ പോകുന്ന പോക്കിൽ അവിടെ രോഗം പിടിച്ച് കിടന്നാൽ, ഒരു എമർജൻസി ഉണ്ടായാൽ അതിലൊരു കവറും ഇല്ലാതെ അവിടെ കുടുങ്ങിപ്പോയിട്ട് ഇത്രയും കാശ് ഇവിടുന്ന് ലോൺ എടുത്ത് വെമ്പർനോത്തി അടയ്ക്കേണ്ട ഗതികേടുള്ള കൂട്ടുകാരും എനിക്കുണ്ട്. അങ്ങനെ കൂട്ടുകാരുണ്ടായിട്ടുണ്ട്. നിസ്സാര കാര്യങ്ങൾ ചിലത് മറന്നുപോയത് കൊണ്ട് മാത്രം. ഒരു യൂറോപ്പിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് അത് എടുത്തില്ല, മറന്നുപോയി. അല്ലെങ്കിൽ ഞങ്ങളത് എക്സ്പയർ ആയിപ്പോയി, പുതുക്കാൻ മറന്നുപോയി. പണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്നായിരുന്നു, ഇപ്പോഴും യാത്ര ചെയ്തു, പക്ഷേ കാർഡ് പുതുക്കാൻ മറന്നു. അതിന് ഒരു കാരണമുണ്ട്. യൂറോപ്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എന്നുള്ള സാധനം മാറി. ഇപ്പോൾ ഗ്ലോബൽ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എന്നുള്ള GHIC എന്ന് പറയുന്ന സാധനത്തോട് മാറി. അത് മാറിൻ്റെ അറിയിപ്പുകളൊക്കെ കുറേ കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരത് ബോധർ ചെയ്തിട്ടില്ല. അവർ പണ്ട് പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അത് എക്സ്പയർ ആയെന്നുള്ളത് ഇവർ ചിന്തിച്ചില്ല. ഒരു ഉദാഹരണം പറയുക, ഇങ്ങനെ വേറൊരു യൂറോപ്യൻ രാജ്യത്ത് കുടുങ്ങിപ്പോയിട്ട് ഒരു എമർജൻസി, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമോ, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാകുമോ ചെയ്തിട്ട് നിങ്ങളവിടെ കുടുങ്ങിപ്പോയി. നിങ്ങളെ അവിടുത്തെ ഹോസ്പിറ്റലിൽ എമർജൻസി ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ UK കൊണ്ടുവരണം. ആര് കൊണ്ടുവരും? നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരുമോ? ഇതിൻ്റെ നാട്ടിലെ മറ്റേ പാണ്ടിപ്പടയ്ക്കകത്തെ പൂവാ എന്ന് പറയുന്ന ഒരു ആംബുലൻസ് വിളിച്ച് പോകുന്ന എന്തൊരു സെറ്റപ്പാണിത്? അല്ല, നിങ്ങളെ അവിടുന്ന് അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു ദ്വീപാണ് UK എന്ന് പറയുന്നത്. ഇങ്ങോട്ട് എയർ ആംബുലൻസ് വേണ്ടി വന്നേക്കാം, ഹെലികോപ്റ്റേഴ്സ് വേണ്ടി വന്നേക്കാം. നിങ്ങളെ അവിടുന്ന് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്ന ചിലവിനെയാണ് റീപാട്രിയേഷൻ എന്ന് പറയുന്നത്. റീപാട്രിയേഷൻ ആണെന്ന് തോന്നുന്നത്, റീപാട്രിയേഷൻ കവർ ആണെന്ന് തോന്നുന്നത് എന്ന് പറയുന്നത്. സാധാരണ സ്റ്റാൻഡേർഡ് ട്രാവൽ ഇൻഷുറൻസുകൾക്കകത്ത് എല്ലാം ഇത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ആണോ അല്ലയോ എന്ന് എടുത്ത് ചോദിക്കണം. അതെപ്പോഴും ഉറപ്പ് വരുത്തേണ്ട സംഭവമാണ്. കാരണം എനിക്കറിയുന്ന ഒരു ഫാമിലിക്കകത്ത് അവരുടെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു കണ്ടീഷൻ പറഞ്ഞില്ല. ഞാൻ എന്താണെന്ന് എടുത്തു പറയുന്നില്ല. പക്ഷേ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനൊരു കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ അവരുടെ GPക്കകത്ത കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഈ പുള്ളിക്കാരി പറയുന്നത് അത് മറന്നുപോയതാണ് പറയാനാണ് പറയുന്നത്. കാരണം പുള്ളിക്കാരിന് വേണ്ടി ഈ പേപ്പർ വർക്ക് മൊത്തം ചെയ്തിരുന്നത്. മറന്നുപോയതാണെങ്കിലും പൈസ ലാഭിച്ചതാണെങ്കിലും ഇൻഷുറൻസ് കമ്പനി ആ കറക്റ്റ് സമയമായപ്പോൾ അയാളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി ചോദിക്കുന്നത് എന്തുവാണ് ഇതിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ കൊള്ളാണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അവർ GPയെ കോൺടാക്ട് ചെയ്യും, ഫുള്ള് മെഡിക്കൽ റെക്കോർഡ്സ് ആക്സസ് ചെയ്യും. അവരുടെ മെഡിക്കൽ ടീമാണ് കൺസൾട്ട് ചെയ്യുന്നത്. ആ പറഞ്ഞ അവിടുത്തെ ചികിത്സിക്കുന്ന ടീമുമായിട്ട് അവർ കൺസൾട്ട് ചെയ്യും. എന്നിട്ട് ഇവർ തീരുമാനിക്കും ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നതാണോ ലാഭം, അതോ അവിടെ തന്നെ ഇട്ട് ചികിത്സിച്ചു അതാണോ ലാഭം എന്നുള്ളത്. സ്വാഭാവിക സമയത്തും ഒരു യൂറോപ്യൻ കൺട്രിയെക്കാട്ട് ലാഭം UK തന്നെയാണ്. നിങ്ങൾക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇൻഷുറൻസ് കമ്പനിയുടെ ബേസിലാണ് പറയുന്നത്. അവരുടനെ അവിടുന്ന് ആളെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. പക്ഷേ ഒരു പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ പറയാത്തത് കൊണ്ട് തള്ളിപ്പോയ ഇൻഷുറൻസ് കേസുകളും ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുവാന്നുള്ളത്. ഇവിടെ നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങളെ നാട്ടിലെത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ പേപ്പറുകൾ നിങ്ങൾ തയ്യാറാക്കി വെക്കണം, നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വൈഫ് എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളുടെ കണ്ണിൽ വലിയ ഇൻ്റലക്ച്വലും വലിയ മിടുക്കിയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവെന്ന വ്യക്തി വലിയ ഇൻ്റലക്ച്വലും മിടുക്കലും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ മുമ്പിൽ വന്ന് നിൽക്കുമ്പം എല്ലാവരുടെയും മൈൻഡ് സെറ്റ്, മെൻ്റൽ സ്റ്റെബിലിറ്റി, ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറഞ്ഞ സാധനം ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പം കരഞ്ഞ് പൊട്ടിത്തകർന്ന് ജീവിതം അവസാനിച്ചതെന്ന് പറഞ്ഞ് ഞാനും അവളുടെ കൂടെ പോവാം, ഞാനും അയാളുടെ കൂടെ പോയി മരിക്കുക എന്ന് പറഞ്ഞ് പ്രായിക്കൊണ്ടിരിക്കുന്നൊരു പെണ്ണുമ്പിള്ളയ്ക്ക് അല്ലെങ്കിൽ ഒരു ആമ്പർന്നോനെ ചിന്തിക്കാനുള്ള കഴിവ് കാണത്തില്ല. എന്തൊക്കെ പേപ്പറുകൾ കൊടുക്കണം, ഇവർ പറയുന്ന പേപ്പർ എവിടെ കിടപ്പുണ്ട്, ഇന്നത് ഗൂഗിൾ ഡ്രൈവ് കിടപ്പുണ്ട്, മറ്റേത് ആ സ്വർണ്ണം വെച്ചത് ലോക്കറിൻ്റെ ഇപ്പുറത്തെ അലമാരിക്കകത്തിരിപ്പുണ്ട്, ട്രാവലിംഗ് പേപ്പറുകളെല്ലാം കൂടി അടുക്കി പെറുക്കി ഒരു ഫോൾഡറിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ പേപ്പർ, അയ്യോ അത് എവിടെയാണ് ഞാൻ മറന്നുപോയി, ഇവരുടെ വീട്ടിലെ അഡ്രസ്സ്, അയ്യോ അത് ഞാൻ മറന്നുപോയി എവിടെയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ടാണ് ഒരു ഫോൾഡർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകൾ അടങ്ങി ഒരു ഫോൾഡർ ഓരോരുത്തർക്ക് സ്പെഷ്യലായിട്ട് കാണണമെന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എമർജൻസി ഒരു കവറായിട്ട് നിങ്ങൾ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് നമ്മുടെ ഈ മറ്റേ പൈലപ്പ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ അതിനകത്താണെങ്കിലും മതി. ഇതൊരു 5-8 ഒരു കെട്ട് പേപ്പർ വീടിൻ്റെ ആധാരം വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പാസ്പോർട്ട്, വിസ, OCI PR അങ്ങനത്തെ രേഖകളുണ്ട്. അത് ഇതിൻ്റെ എല്ലാ സ്കാൻ കോപ്പികൾ, ഒറിജിനലെന്ന് ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ എല്ലാ സ്കാൻ കോപ്പികൾ അല്ലെങ്കിൽ ഇതുപോലത്തെ രേഖകളുടെ എല്ലാം കൂടെ ഒരു സ്കാൻഡ് കോപ്പി ഒരു പേപ്പർ വർക്കായിട്ട് ഒരു ബോളിപ്പിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് പഞ്ചിൻ ഷീറ്റിനകത്ത് അത് സൂക്ഷിക്കുക. ഒരു അപകടം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധുവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ഓഫ് വൈഫിനായിരിക്കാം, മക്കൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന നിങ്ങളെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരനോ കസിനോ ആയിരിക്കാം. അവർക്കറിയാമായിരിക്കണം ഇങ്ങനൊരു പേപ്പർ അവരുടെ തിരിപ്പുണ്ടെന്ന് അറിയണം. അത് നിങ്ങളുടെ കൂട്ടുകാരെ അറിയിക്കണം. ഇനി
ഇതല്ലാതെ ഈ ഉണ്ടാക്കിയെടുക്കുന്ന പേപ്പറുകളുടെ എല്ലാം ഒരു സ്കാൻഡ് കോപ്പി ഡിജിറ്റലി സൂക്ഷിക്കുക. എങ്ങനെയെന്ന് എല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കും. ദയവ് ചെയ്ത് വാട്സപ്പിൽ സൂക്ഷിക്കുന്നതും ടെലഗ്രാമിൽ സൂക്ഷിക്കുന്നതിനോട് പറയരുത്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണും ഗൂഗിൾ ഡ്രൈവ്, അല്ലെങ്കിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് എല്ലാവർക്കും കാണും. നിങ്ങൾക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടത്തിൽ ഒരു 15 GB ഗൂഗിൾ ഡ്രൈവിൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടത്തിൽ ഓട്ടോമാറ്റിക്കലി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു തരുവാണ്. നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിനകത്ത് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ജിമെയിൽ ID വെച്ച്. എന്നിട്ട് നിങ്ങൾ ഈ സ്കാൻ ചെയ്ത പേപ്പറുകൾ എമർജൻസി ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോൾഡറായിട്ട് നിങ്ങളുടെ ഫ്യൂണറൽ പ്ലാൻ എന്ന് പറഞ്ഞൊരു ഫോൾഡറായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെക്കുക. നാളെ ഒരു സമയത്ത് നിങ്ങളുടെ ഫോൺ ചെക്ക് ചെയ്യാനോ നിങ്ങളുടെ ഡ്രൈവ് ചെക്ക് ചെയ്യാനോ ശ്രമിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ ഇതേ കിടക്കുന്ന രേഖകളല്ല. ഇതിന് ഗുണം പലതാണ്. പ്രത്യേകമായിട്ട് ഓരോന്നോരോ PDF ആയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു സമയത്ത് ആരാവശ്യപ്പെട്ടാലും, ഇപ്പോൾ ഒരു വക്കീൽ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ PR പേപ്പറിന് വേണ്ടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ പഴയ രേഖകൾ തപ്പുമ്പോൾ നിങ്ങൾ നോക്കുന്നു, ഇതെല്ലാം കൂടെ ഒരു 20 പേജിൻ്റെ PDF ആയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോന്നും മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടും. അതിനെക്കാട്ടും നല്ലത് ഓരോ PDF ആയിട്ട് സൂക്ഷിച്ചിട്ട് അത് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷം വേണ്ടത് ഉപയോഗിക്കാം, എത്ര വർഷം നിങ്ങൾക്കിത് ബാക്കപ്പ് ആയിട്ട് വേണ്ടി സൂക്ഷിക്കാം. ഇനി ഈ നിങ്ങളുടെ യാത്രാരേഖകൾ, അത് ഞാനും എൽസിയൊക്കെ തുടക്കകാലം മുതലേ ചെയ്യുന്നതാണ്. ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ലോങ് ട്രിപ്പ് പോവാണ്, ഒരു ദിവസത്തിന് മുകളിലുള്ള ഏത് ട്രിപ്പ് പോയാലും നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ഓഫ് കിൻ ഒരാൾ കാണുമല്ലോ, ഒരു കൂട്ടുകാരനാ, അന്നത്തെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാ, അല്ലെങ്കിൽ ബന്ധുക്കാരനാകാം. അവരെ ഒന്ന് അറിയിക്കണം ഏത് കാട്ടുമുക്കിലോട്ടാണ് ഈ യാത്ര പോകുന്നതെന്ന്. അത് ഇപ്പം ഏതെങ്കിലും ഒരു കാടിനകത്ത് പോയി ഒരു വീടെടുത്തിട്ട് നിങ്ങൾ അവിടെ 3 ദിവസം താമസിക്കാൻ പോവുക. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഭൂമി പിളർന്നിട്ട് നിങ്ങളങ്ങ് താന്നു പോവുകയോ ചെയ്യുകയാണെങ്കിൽ എവിടെ വെച്ചാണ് ഇവരെ നഷ്ടപ്പെട്ടത്, ഇവരെങ്ങോട്ടാണ് പോയത് എന്നെങ്കിലും മനസ്സിലാകണ്ടേ. അപ്പം അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്, നിങ്ങളൊരു ലോങ് യാത്ര പോകുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ അടുത്ത വളരെ ക്ലോസ് ആയിട്ട് ഒരാൾ നെക്സ്റ്റ് ഓഫ് കിന്നെ അല്ലെങ്കിൽ വേണ്ട കൂട്ടുകാരനെ ഇതൊന്ന് അറിയിക്കുക. ഏതായാലും അവൻ അവിടെ ഒന്ന് മോഷ്ടിക്കാനൊന്നും പോകുന്നില്ലല്ലോ, ഒന്ന് അറിയിച്ചു വെക്കുക ഏത് അഡ്രസ്സിലോട്ട് പോകുന്നു, എന്ന് തിരിച്ചു വരും, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ OCI കാർഡ് ഉണ്ടെങ്കിൽ എപ്പോഴും അന്വേഷിക്കുക അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ ഇല്ലെന്ന്. ഒത്തിരി പേർക്ക് പറ്റുന്ന പറ്റാണ് OCI കാർഡിൻ്റെ എക്സ്പയറി അവർ അറിയുന്നില്ല. OCI കാർഡ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല പോകാൻ. കാരണം നിങ്ങൾക്ക് വിസയില്ല, നിങ്ങളുടെ വിസ നഷ്ടപ്പെട്ട് നാട്ടിലോട്ട് പോകാറുണ്ട്. അതൊരു വലിയ പ്രോബ്ലമാണ്. ഇതുപോലെ വിദേശത്ത് താമസിക്കുന്ന രാജ്യത്ത് ഇന്ത്യൻ എംബസിയുടെ, അതായത് നമ്മളിപ്പോൾ ഏത് രാജ്യത്താണ് നിങ്ങൾ താമസിക്കുന്നത് ആ രാജ്യത്ത് ഇന്ത്യൻ എംബസിയുടെ എമർജൻസി നമ്പർ കാണും, അല്ല അവരുടെ ഒരു നോർമൽ നമ്പർ കാണും കോൺടാക്ട് ചെയ്ത്. അത് എപ്പോഴും ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങളെ നാളെ വഴി വെച്ചിരിക്കുന്ന ശവമായിട്ട് നിങ്ങളെ കിട്ടുന്ന ആൾക്കാണ് കോൺടാക്ട് വേറെ ആരുടെയും കിട്ടിയില്ലെങ്കിൽ പോലും അത് ഫോണിനകത്ത് എമർജൻസി കോൺടാക്ട് സേവ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അത് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഫോൺ ഒന്ന് ഉപയോഗിക്കാൻ ബേസിക് ആയിട്ടുള്ള അറിവുണ്ടാകുന്ന, അല്ലെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അയാൾ ആ ഫോണിനകത്ത് ഏറ്റവും ആദ്യം എടുക്കുന്നത് നിങ്ങളുടെ എമർജൻസി നമ്പറുകളാണ്. ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കും നിങ്ങൾ ഇന്ന ആളുടെ ഫ്രണ്ടോ ആരാണ് റിലേറ്റീവ് ആണോ, നിങ്ങളാണ് നിങ്ങളുടെ എമർജൻസി നെക്സ്റ്റ് ഓഫ് കിന്നായിട്ട് കാണിച്ചിരിക്കുന്നത്, ഈ ആൾ ആരാണ് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ ഇതാണ് സംഭവം എന്ന് പറയുമ്പോൾ ആ ആൾ ഉടനെ രംഗത്ത് വരും. ഇല്ലേ, ഏത് രാജ്യത്താണ്ട് ഒരു റെസ്പോൺസിന് ഒരാളെ കിട്ടി. അതുകൊണ്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുകൊണ്ട് പറയുക. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഇനിയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിട്ട്, ഇതാണ് ഞാൻ മുമ്പേ പറയാനുള്ള കാരണം. നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ട്രാവൽ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇത് ഞാൻ പറയുന്നത് യാത്ര ചെയ്യുന്ന മലയാളികളോട് കൂട്ടിക്കൊണ്ടാണ്. ബോർഡർ കിടന്ന് ഈ യൂറോപ്പിൽ ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾക്ക് വാലിഡായിട്ട് ഒരു വസ്തുവാണ് ട്രാവൽ ഇൻഷുറൻസ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കണം. കാരണം നിങ്ങളുടെ നോർമൽ ട്രാവൽ ഇൻഷുറൻസ് കവർ ആയിരിക്കും ചിലപ്പം യൂറോപ്പിനകത്ത് ഏത് രാജ്യത്ത് പോകുന്നതിന്, പക്ഷേ ആണോ അല്ലയോ ഒന്ന് വെരിഫൈ ചെയ്യണം. ഇനി അങ്ങനെ വെരിഫൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനൊരു വസ്തു റീപാട്രിയേഷൻ കവർ എന്നൊരു സാധനം ഉണ്ടോ എന്ന് എടുത്തു നോക്കുക. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീപാട്രിയേഷൻ കവർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ട്രാവൽ ഇൻഷുറൻസ് ദാറ്റ് പേസ് ഫോർ ദ കോസ്റ്റ് ഓഫ് ബ്രിങ്ങിങ് യു ബാക്ക് ടു യുവർ ഹോം കൺട്രി ടിപ്പിക്കലി ഡ്യൂ ടു മെഡിക്കൽ എമർജൻസി ഓർ സീരിയസ് ഇൽനസ് വൈൽ എബ്രോഡ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. സാധാരണ എല്ലാ ട്രാവൽ ഇൻഷുറൻസുകൾക്കും ഇതുണ്ട്. നിങ്ങളുടെ സീരിയസ് ഇൽനസ്സിൽ പെട്ടുപോയി, നിങ്ങളുടെ ആക്സിഡൻറ്റിൽ പെട്ടുപോയി, അവിടുന്ന് നിങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങളെ തിരിച്ചിവിടെ കൊണ്ടുവരണോ എന്ന് അങ്ങനത്തെ ഒരു സംഭവത്തിന് കവറുണ്ട്. അത് എയർ ആംബുലൻസ് ആകാം, സാധാരണ ബുക്ക് ചെയ്ത് വരുന്ന എയർ ടിക്കറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് തന്നെ ആകാം. പക്ഷേ അതിനങ്ങനെ ഒരു കവർ പൈസ മുടക്കണമല്ലോ ആരിലും. നിങ്ങൾ പൈസ മുടക്കും ഇതിന് വേണ്ടി ഇത്രയും രൂപ, അത് മുടക്കാൻ എല്ലാവരുടെയും കാണത്തില്ല. എല്ലാവരും അത്ര റിച്ച് ആയിരിക്കില്ല. ഇത്രയും ഇൻഷുറൻസുകൾ എടുത്തു വെക്കുക. നിങ്ങളുടെ രാജ്യം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന രാജ്യം, നിങ്ങളുടെ നിങ്ങൾക്ക് ബാക്കിയുള്ള ബന്ധുക്കൾ എന്ന് പറയാനുള്ള രാജ്യം ഇതാണ്. നിങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കവർ ട്രാവൽ ഇൻഷുറൻസ് ഇല്ല. നിങ്ങൾ ഏത് രാജ്യത്ത് പെട്ടുപോയോ അവിടുന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഈ ഇൻഷുറൻസ് എടുത്ത രാജ്യം ഏതാണ് അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് റീപാട്രിയേഷൻ എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുവരും, അല്ലാതെ ഇന്ത്യയിലേക്ക് അവർ കൊടുത്തു വിടത്തൊന്നുമില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ മുമ്പത്തെ ഏറ്റവും ആദ്യം പറഞ്ഞ കേസിലേക്ക് വീണ്ടും വരുന്നു. എന്തുകൊണ്ട് ആ പുള്ളിയുടെ ശവശരീരത്തിന് ഈ സംഭവം ഉണ്ടായി, എന്തുകൊണ്ട് പുള്ളിക്ക് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാനോ കൊണ്ടെത്തിക്കാനോ പറ്റാതെ പോയൊരവസ്ഥ ഉണ്ടായി. ഇവിടെയാണ് നിങ്ങൾ ഫ്യൂണറൽ പ്ലാനുകളെ കുറിച്ച് കേൾക്കേണ്ടത്. ഫ്യൂണറൽ പ്ലാനിന് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഫ്യൂണറൽ പ്ലാൻ എന്ന് ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു,
എൻ്റെ അടക്കിന് വേണ്ടിയും എൻ്റെ ബോഡിയുടെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയും ഇനി അത് എംബാം ചെയ്യുക മറ്റുള്ള കാര്യങ്ങളെല്ലാം എന്നിട്ട് അതിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുക മറ്റുള്ള സംഭവങ്ങളെല്ലാം അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ബാക്കിയുള്ള പ്രാർത്ഥന ചടങ്ങുകൾ എവിടെ അടക്കണം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ട് അതിൻ്റെ ചിലവുകളെല്ലാം ഞാൻ ഓൾറെഡി ഇൻഷുറൻസ് പോലെ ഞാൻ ഇപ്പോഴേ ഒരു ചെറിയ എമൗണ്ട് അടച്ച് കൊടുക്കുന്നു. അപ്പോൾ ഞാനൊരു പ്രീപെയ്ഡ് പ്ലാൻ അങ്ങ് എഗ്രി ചെയ്യും. എനിക്ക് വേണ്ടത് ഇന്ന ടൈപ്പുള്ള കവറാണ്, ഇന്ന സംഭവങ്ങൾ, 4 കുതിരയെ പൂട്ടിയ രഥത്തിൽ എന്നെ ഇങ്ങനെ കൊണ്ടുപോകണം, മറ്റതിനകത്ത് ഇങ്ങനെ കൊണ്ടുപോകണം, അങ്ങനെ എന്തെങ്കിലും ഒരു കുറേ വിഷസൊക്കെ ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിരിക്കും. നിങ്ങളുടെ കസ്റ്റമൈസ് ചെയ്യാൻ കേട്ടോ, കുറേയേറെ കസ്റ്റമൈസ് ചെയ്യാം. മിക്കവാറും കമ്പനികൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അന്നത്തെ ആ നാട്ടിലടപ്പുള്ള അന്നത്തെ ഒരു സമയത്തെ വില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6000 പൗണ്ടാണ് വെച്ചു. ഒരു ശവം അടക്കാൻ വേണ്ടി 6000 പൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലിയ ഹൈ എൻഡ് സെമിത്തേരി ഒന്നും ഉദ്ദേശിക്കുന്നത് സാധാരണ സെമിത്തേരി 7 ക്രിമറ്റോറിയത്തിലാണ് അടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് വിശ്വസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫ്യൂണറൽ ഡയറക്ടറുമായിട്ടാണ് ഇത് ലിങ്ക് ചെയ്യുന്നത്. ആ ഫ്യൂണറൽ പ്ലാൻ താഴോട്ട് വരുമ്പോൾ അവർ ചൂസ് ചെയ്യാൻ പറയും നിങ്ങൾക്ക് ആരെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ സ്പെസിഫിക് പ്ലാനിനകത്ത് നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുന്നു. അവരുടെ ആ ഫ്യൂണറൽ ഡയറക്ടർ 4000 രൂപ, 7000 രൂപ, 10000 രൂപ, 20000 രൂപയുടെ പല ഫ്യൂണറൽ പ്ലാനുകൾ എടുക്കുന്നു. അതിനെ ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിന് നമ്മൾ മാസം അടച്ചുകൊണ്ടിരിക്കുന്നു. 30 രൂപ 20 രൂപയൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ പ്ലാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇതിനിടയ്ക്ക് എപ്പോൾ നമുക്ക് ഒരു മരണം ഉണ്ടായാലും നമ്മുടെ ബോഡി അവരെ ഏറ്റെടുത്ത് അവർ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും 5 പൈസ നമ്മൾ മുടക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ 5 പൈസ മുടക്കേണ്ട കാര്യമില്ല. ഇതാണ് ഫ്യൂണറൽ പ്ലാൻ. അത് പ്രീപെയ്ഡ് ഫ്യൂണറൽ പ്ലാൻ എന്ന് വിളിക്കുന്നത്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു തുടങ്ങുക, നല്ലതാണ്. ഇതൊരു നല്ല പ്ലാനാണ്, പ്രീപെയ്ഡ് ഫ്യൂണറൽ പ്ലാൻ. ഇതിൻ്റെ പൈസ ഇങ്ങനെ ഇൻഫ്ലേഷൻ കൂടുന്തോറും പൈസ കൂടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കൂടത്തില്ല. അതായത് ഇന്ന് നിങ്ങൾ 4000 രൂപയുടെ പ്ലാൻ എടുത്തു, അപ്പം ഒരു 25 വർഷം കഴിഞ്ഞ് നിങ്ങൾ മരിക്കുമ്പോൾ ചിലപ്പോൾ 4000 രൂപയുടെ പ്ലാൻ ഇല്ല. അതല്ലേ 4000 രൂപയ്ക്ക് ഒരു പെട്ടി പോലും വാങ്ങിക്കാൻ കിട്ടത്തെന്ന് വെച്ചു. പക്ഷേ അത് കുഴപ്പമില്ല. ഇവർ ഓൾറെഡി നമ്മുടെ ഈ എഗ്രിമെൻറ്റിലാണ് ഈ പൈസ എടുത്തേക്കുന്നത്. അതുകൊണ്ട് അന്ന് ആ പറഞ്ഞ കവറിലുള്ള പ്ലാൻ എന്താണോ അത് തരും. അല്ലാതെ ടോപ്പ് അപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് പ്രീപെയ്ഡ് ഫ്യൂണറൽ പ്ലാൻ ഈസ് ഈസി ടു ഡീൽ വിത്ത്. ഇനി ഫ്യൂണറൽ ഇൻഷുറൻസ് പ്ലാൻ വേറൊരു സാധനമുണ്ട്. ഇത് രണ്ടും 2 സാധനമാണ്. എനിക്കെന്നത് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത്. ഫ്യൂണറൽ ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫ്യൂണറൽ ഇൻഷുറൻസ് ഇൻ ദി UK ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി കവർ സെൻഡിങ് ദ ബോഡി ടു അനദർ കൺട്രി. അവർ വേറൊരു രാജ്യത്തോട് ബോഡി അയക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. മോസ്റ്റ് ഫ്യൂണറൽ പ്ലാൻസ് ആർ ഡിസൈൻ ടു ഹെൽപ്പ് വിത്ത് UK ഫ്യൂണറൽ കോസ്റ്റ്. ഇവിടുത്തെ ചിലവുകൾ മാത്രം എടുക്കുന്നു. വൈൽ റീപാട്രിയേഷൻ ഓഫ് റിമെയിൻസ് ഈസ് ഓഫൺ കവേർഡ് ബൈ എ സെപ്പറേറ്റ് ട്രാവൽ ഇൻഷുറൻസ്. അതായത് ഈ 2 പ്ലാനുകളും നിങ്ങളെ ഒരിടത്തുനിന്ന് ഇങ്ങോട്ട് നിങ്ങളുടെ ബോഡി എത്തിക്കുന്ന പരിപാടി അവർക്കില്ല. അത് ട്രാവൽ ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസോ അതുള്ളതാണ്. ഈ പ്ലാനുകൾക്കകത്ത് അതില്ല. പ്രീപെയ്ഡ് ഫ്യൂണറൽ പ്ലാനിനകത്ത് അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇന്ന രാജ്യത്തേക്ക് എൻ്റെ ബോഡി എത്തിക്കണം. അപ്പോൾ ആ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കൂടും. അവർ വലിയ എമൗണ്ട് പറയും. കാരണം അത് കാർഗോ ബുക്ക് ചെയ്ത് ബോഡി ഒരു കാർഗോ ആയിട്ടാണ് നാട്ടോട്ട് കയറ്റി വിടുന്നത്. അപ്പം അതിന് കൂടുതൽ ഒരാൾ പോകണം, NOC സർട്ടിഫിക്കറ്റ്സ് വേണം, കൊറോണയുടെ സർട്ടിഫിക്കേഷൻസ് വേണം, അങ്ങനെ കുറേ പേപ്പറൊക്കെ ഉണ്ട്. അത് ഞാൻ താഴെ ചെക്ക് ലിസ്റ്റ് ആയിട്ട് പറയാം. ഈ പേപ്പറൊക്കെ എല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ ബോഡി നാട്ടിലെത്തിക്കാൻ, ഈ പറയുന്ന രാജ്യത്ത് എത്തിക്കാൻ വേണ്ടി ഇത്ര രൂപ വേണം. ആ പ്രീപെയ്ഡ് ഫ്യൂണറൽ പ്ലാനിനകത്ത് ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ഇനി ഫ്യൂണറൽ ഇൻഷുറൻസ് പ്ലാനിനകത്ത് നമ്മളൊരു മന്ത്ലി പ്രീമിയം അടയ്ക്കുന്നു. നമുക്കൊരു ബെനിഫിഷ്യറി കാണും. ഇപ്പോൾ വൈഫ് ആയിക്കോട്ടെ പിള്ളേരായിക്കോട്ടെ ഒരു ബെനിഫിഷ്യറി കാണും. അവർക്കൊരു പേ ഔട്ട് കിട്ടും. ഇപ്പം നമ്മൾ പറയാം അവർക്കൊരു 10000 രൂപ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് 15000 രൂപ കൊടുക്കണം. ആ പേ ഔട്ടാണ് ഫ്യൂണറൽ ഇൻഷുറൻസ് പ്ലാൻ്റെ ഗുണം. പക്ഷേ ഇവരുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ ഈ പ്രീമിയം ചിലപ്പോൾ കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. ഇത് ചെയ്യുന്ന ആൾക്കാർ ഈ റീസെൻ്റ്ലിയാണ് ഞാൻ കാണുന്നത്. എനിക്കിത് അറിയത്തില്ലായിരുന്നു, ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഇനി ഈ 2 പ്ലാനുകൾ പ്രീപെയ്ഡ് ഫ്യൂണറൽ പ്ലാനും ഫ്യൂണറൽ ഇൻഷുറൻസ് പ്ലാനും അറിയാത്തവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ChatGPTയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞുതരും എന്തൊക്കെ എൻ്റെ ഗുണങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞുതരും. ഇത്രയും സാധനങ്ങൾ പറഞ്ഞത് ഇച്ചിരി ഓവറാണ്, എനിക്കറിയാം, കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു പോയെന്ന് എനിക്കറിയാം. എങ്കിലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ദയവ് ഇത് മനസ്സിലാക്കുക. ഒരു പൗരത്വം ഉപേക്ഷിച്ച് ഒരു രാജ്യത്വം നിൽക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടോട് തിരിച്ചു പോകണോ വേണ്ടയോ, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ 100 പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണും. എനിക്കിനി നാട്ടോട്ട് പോവേ വേണ്ടെന്നുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ആയിരിക്കും. നല്ല കാര്യമാണ്. പക്ഷേ ഇത്തരം വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഓർക്കണം, അനാഥമായിട്ട് ഇതുപോലെ ശവം കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതിനുള്ളൊരു ബോധമെങ്കിലും മിനിമം നിങ്ങൾ ചെയ്തു വെക്കണം. അല്ലേ, അത് നോർമൽ കാര്യമല്ലേ. നേരെ വിരുട്ടി അവിടെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഈ ചെക്ക് ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കാം. അതായത് ഈ മണ്ണ സർട്ടിഫിക്കറ്റ്, എംബാമിംഗ് സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ എംബസിയുടെ കോൺസുലേറ്റിൻ്റെ NOC സർട്ടിഫിക്കറ്റ്സ്, ഞാനിതിൻ്റെ കോപ്പികൾ കിട്ടുമോ നോക്കാം. ഞങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ടീമിന് വേണ്ടി ശ്രമിച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ കോപ്പികളിൻ്റെ ഒറിജിനൽ ഫോംസ് എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഉണ്ടെങ്കിൽ ഞാനതിൻ്റെ കോപ്പി കൂടി ഈ സൈഡിലിട്ടേക്കാം. പാസ്പോർട്ടുകളുടെ കോപ്പി, അതുപോലെ വിസ റെസിഡൻസി എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ സ്റ്റാറ്റസ് ഉള്ളതിൻ്റെ കോപ്പി, അതുപോലെ ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് പാസ്പോർട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തതിൻ്റെ കോപ്പി. അതായത് OC കാർഡിൻ്റെ കൂട്ടത്തിൽ അവർ അങ്ങനെ ഒരു പേപ്പർ ചോദിക്കാറുണ്ട്. ഇത് അവരുടെ ഉള്ളതാണ്, പക്ഷേ ഇങ്ങനെ ഒരു പേപ്പർ അവർ ചോദിക്കാറുണ്ട്. അതുപോലെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ സമ്മതപത്രം വേണം. അത് പവർ ഓഫ് അറ്റോർണി എന്നുള്ള സംഭവമാണ് എടുത്ത് പറയുന്നത്. ബില്ലുണ്ടെങ്കിൽ അത് ഒരു ഹെൽപ്പാണ്. ഇത്തരം മൃതദേഹങ്ങൾ നാട്ടിലോട്ട് അയക്കുമ്പോൾ ഒരു വലിയ ഹെൽപ്പാണ് ബില്ല്. പിന്നെ ഈ മരിച്ച രാജ്യത്തെ ആശുപത്രി അല്ലെങ്കിൽ പോലീസ്, ലോക്കൽ അതോറിറ്റി, അങ്ങനത്തെ സംഭവങ്ങളുള്ളത്, ഇന്ത്യൻ എംബസിയുടെ NOC സർട്ടിഫിക്കറ്റ്സ്, മൃതദേഹം നാട്ടിൽ അയക്കണമോ അവിടെ സംസ്കരണം എന്നുള്ളതിന് കുടുംബം, ഇത് ഇവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലി ഇവിടെ ഉണ്ടെങ്കിൽ
പുള്ളിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൺസെൻറ്റ് എന്തുവാണെന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ വിഷസ് എന്തുവാണെന്നുള്ളത് എടുത്ത് പറയണം. പിന്നെ ഈ ഫ്യൂണറൽ ഹോം വഴിയുള്ള എംബാമിങ്, ക്വാറന്റൈൻ വർക്കുകൾ, കോഫിൻ പാക്കിങ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം പേപ്പേഴ്സ് കാർഗോ ബുക്കിംഗ് അവർ വഴിയാണ് ചെയ്യേണ്ടത്. അങ്ങനെ സംഭവമുണ്ട്. പിന്നെ ഇന്ത്യയുടെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ വേണ്ടി വരുന്ന ബന്ധുവിൻ്റെ സമ്മതപത്രം വേണം. അവരുടെ പവർ ഓഫ് അറ്റോർണി ഇവിടുന്ന് തയ്യാറാക്കി അവരെ കൊണ്ട് നാട്ടിൽ ഇവിടുന്ന് സൈൻ ചെയ്യിപ്പിച്ച് അയച്ച് അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചെടുക്കണം. ഇങ്ങനത്തെ ഒരു എമർജൻസി ഫോൾഡർ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. ഈ പറയുന്ന ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെങ്കിൽ അവർക്ക് നല്ലതാണ്. ഇനി ഇതെല്ലാം ചെയ്യുമ്പോഴത്തേനും എടുത്തു പറഞ്ഞ വേറൊരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ, കാരണം അത് വീണ്ടും നമ്മുടെ ഇടയ്ക്ക് വന്നൊരു തെറ്റിദ്ധാരണകളുള്ളതാണ്. ഈ ക്രിമേഷൻ വേണോ ബെറിയൽ വേണോ, അതായത് എന്നെ അടക്കണോ എന്നെ കത്തിക്കണോ എന്നുള്ള സംഭവത്തിനകത്ത് ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് ബില്ലിനകത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ വാലിഡായെന്ന്. UK-ക്കകത്ത് അങ്ങനെ ഒരു വാലിഡിറ്റി ഇല്ല. അതെടുത്ത് പറയുവാണ്. UK-ക്കകത്ത് ക്രിമേഷൻ ചെയ്യണോ ബെറിയൽ ചെയ്യണം എന്നുള്ള ഒരു വിഷു മാത്രമാണ്. ഇതിൻ്റെ എല്ലാം ആകെ തുകയെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വിദേശ പൗരത്വം ഉപേക്ഷിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ സിമ്പിളാണ്. ഇന്നത്തെ കാലത്ത് ഞാൻ അത്രയും കഷ്ടപ്പെട്ടു. ഇപ്പം അതിനാണ് ഈ അടി മൊത്തം നടക്കുന്നത്. ILR എന്തുകൊണ്ട് ലേറ്റ് ആകുന്നു, ILR കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി ആൾക്കാർ ഓടി നടക്കുന്നു. ഇതെല്ലാം പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്. ഒരിക്കൽ നമ്മുടെ ഇത്രയും നാളുണ്ടായിരുന്ന വേര് മുറിച്ച് കളഞ്ഞ ആളായ ഞാനാണ് പറയുന്നത് കേട്ടോ, അതുകൊണ്ട് എടുത്ത് പറയുന്നത്. മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുറകെ ആ രാജ്യം നമ്മളെ സഹായിക്കണം നടത്താൻ വേണ്ടി വരത്തില്ല. നമ്മളായിട്ട് ബോധപൂർവ്വം മുറിച്ച് കളഞ്ഞൊരു ബന്ധമാണ് അത്. ഇത് അവിടെ ജീവിച്ചിരിക്കുന്നവരോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ടുണ്ടായ പാസ്റ്റ് ട്രോമയോടുള്ള അനിഷ്ടം കാണിക്കാൻ വേണ്ടി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ജീവിക്കാം, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണത്. പക്ഷേ ആ അനിഷ്ടം കാണിക്കാൻ വേണ്ടിയോ ഞാൻ എന്തിനും ആയെന്ന് കാണിക്കാൻ വേണ്ടിയോ പിന്നെ ഷോ കാണിച്ച് ജീവിക്കുമ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞ ഇതുപോലത്തെ കുറേയേറെ കാര്യങ്ങൾ മിനിമം ഫോളോ ചെയ്താൽ അവനോന് കൊള്ളാം. കാരണം എല്ലാവരും ഒക്കെ ഇതൊക്കെ പറയുമെങ്കിലും അവസാന കാലത്തൊക്കെ എല്ലാവർക്കും ആഗ്രഹം കാണും തിരിച്ച് അവനോട് നാട്ടിൽ പോകണമെന്നോ, അവനോട് അമ്മയോ അപ്പനോ ജീവനോടെ ഇരിക്കുന്ന ആൾക്കാരെ കാണണമെന്നോ, ബന്ധുക്കാരെ കൊടുത്ത് 5 ദിവസം 2 ദിവസം കിടക്കണമെന്നോ ഒക്കെ ആഗ്രഹം കാണുമായിരിക്കും. ഇതൊന്നും ബോധമുള്ള കാലത്ത് പറയുകയോ എഴുതുകയോ എടുത്തു വെക്കുകയോ ഒരു കോപ്പി പോലും ഇടത്ത് ഉണ്ടാക്കി വെക്കുകയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ മരിച്ചു കഴിയുമ്പോൾ ഈ ബാക്കി കൂട്ടത്തിൽ കിടക്കുന്ന ആൾക്കാർ മൊത്തം കേസ് കളിച്ചും പല രാജ്യങ്ങളിൽ കിടന്ന് അടിപിടിച്ചും ഈ പറഞ്ഞ കുറേ സമയം നാട്ടുകാരെ അറിയിച്ചും ബഹളം വെച്ചും കഴിയും. അപ്പോൾ ഇവിടുത്തെ മലയാളികളുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയും, ഇത് ഗൾഫല്ല. ഗൾഫിലെ ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ കൗതുകം തോന്നുമായിരിക്കും, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഗൾഫല്ല. ഇവിടെ ആരും സാമൂഹിക പ്രവർത്തകരെ പോലെ ഓടി നടപ്പില്ല. ഉള്ള ആൾക്കാരൊക്കെ കുറച്ച് പേരുണ്ട്, പക്ഷേ അതിലൊക്കെ പല പല അജണ്ടകളുടെ ഭാഗമായിട്ടാണ് പലരും നടക്കുന്നത്. നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണോ അല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്ന പല ടോപ്പിക്കുകളും ഇതുപോലെ ഓക്വേർഡ് ടോപ്പിക്കുകളാണെന്ന് എനിക്കറിയാം. പക്ഷേ ആർക്കെങ്കിലും ഒക്കെ ഗുണപ്പെടട്ടെ, എനിക്ക് മിനിമം എന്തായാലും ഗുണപ്പെടട്ടെ, അത് ഞാൻ എപ്പോഴും പറയും. ഈ പറയുന്ന ചെയ്യുന്ന കാര്യങ്ങളും പഠിക്കുന്ന കാര്യങ്ങളും ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണമല്ലോ. നിങ്ങളും ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.